നമസ്കാരം. ന്യൂസ് 8 എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നാട്ടുവർത്തമാനം ഇവിടെ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്മസിന് വരവേൽക്കാൻ നാട്, വിപണികളിൽ തിരക്ക്, വിവിധയിടങ്ങളിൽ ആഘോഷം. ഇനി പെരിയാറിലൂടെ വനഭംഗി കണ്ട് യാത്ര ചെയ്യാം. ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് ആരംഭിച്ചു. അവധിക്കാലം ആഘോഷിക്കാൻ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന് പ്രതീക്ഷ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ കാർഷിക മേഖലയ്ക്ക് ആശ്വാസം. കൂട്ടക്കടവ് തടയണ നിർമ്മാണം പുനരാരംഭിച്ചു. 2000 ഹെക്ടറിന് ജലസേചനം ഉറപ്പാക്കുന്ന പദ്ധതി. നിർമ്മാണം തുടങ്ങുന്നത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ശ്രദ്ധേയമായി ചെറുവത്തൂരിലെ വയോധന കൂട്ടായ്മ. ആവേശമായി കലാമത്സരങ്ങൾ. പങ്കെടുത്തത് 3 വാർഡുകളിലെ വയോജനങ്ങൾ. വിശദമായി കടക്കാം. പാലക്കാട്, മലപ്പുറം ജില്ലാ അതിർത്തിയിൽ നിർമ്മിക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. 5 വർഷം മുൻപ് പാതി വഴിയിൽ നിലച്ച പദ്ധതിയുടെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയാണ് വീണ്ടും നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികളോടെയാണ് കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പ്രവൃത്തി പുനരാരംഭിച്ചത്. പ്രളയം വന്നാലും ഷട്ടറുകൾ അതിനു മുകളിൽ ഉയർത്തിവെക്കാവുന്ന തരത്തിലാണ് പുതിയ രൂപരേഖ. 4 അടി വീതിയിൽ റെഗുലേറ്ററിന് മുകളിലൂടെ കാൽനടപ്പാതയും ഉണ്ടാകും. ജനറേറ്റർ റൂം, ഓപ്പറേറ്റർ റൂം, വാച്ച്മാൻ റൂം എന്നിവയും ഒരുക്കും. തൃത്താലയിലെ DG കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. നബാർഡിന്റെ RIDF സ്കീമിൽ ഉൾപ്പെടുത്തി 2015 നിർമ്മാണം ആരംഭിച്ച റെഗുലേറ്റർ 2018 പ്രളയത്തെ തുടർന്നാണ് പാതി വഴിയിൽ നിലയ്ക്കുന്നത്. നബാർഡ് സഹായത്തോടെ 50 കോടി രൂപ ചെലവിൽ തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന കൂടല്ലൂരിലെ കൂട്ടക്കടവിലായിരുന്നു നിർമ്മാണം. നിലവിൽ 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് നടന്നത്. റെഗുലേറ്റർ നിർമ്മാണം പൂർത്തിയായാൽ മറ്റൊരു വൻകിട പദ്ധതി കൂടിയാണ് തൃത്താലയിൽ യാഥാർത്ഥ്യമാകുന്നത്. പാലക്കാട്, ആനക്കര, പട്ടിത്തറ, പരുതൂർ, തിരുവേഗപ്പുറ, മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം, കുറ്റിപ്പുറം പഞ്ചായത്തുകൾക്കും പദ്ധതി പ്രയോജനം ചെയ്യും. ജലജീവൻ മിഷൻ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സായി കൂട്ടക്കടവ് റെഗുലേറ്റർ മാറും. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 2000 ഹെക്ടർ കൃഷിക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. 4 അടി വീതിയിൽ റെഗുലേറ്ററിന് മുകളിലൂടെ കാൽനടപ്പാത നിർമ്മിക്കുന്നതോടെ പുഴയ്ക്കിക്കരയുള്ള പേരശ്ശന്നൂർ ഭാഗത്തേക്ക് നടന്നുപോകാനും കഴിയും. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് പുൽപ്പള്ളി താന്നിത്തെരുവിൽ അപകടാവസ്ഥയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2 പതിറ്റാണ്ടിന് മുൻപ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏത് നിമിഷവും നിലം പൊത്താറായിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കാനോ പൊളിച്ച് പുതിയത് നിർമ്മിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല എന്നും ആരോപണമുയരുന്നുണ്ട്. പുൽപ്പള്ളിയിൽ നിന്നും കാപ്പിസെറ്റ്, 56, വണ്ടിക്കടവ്, മീനങ്ങാടി ഉൾപ്പെടെയുള്ള റൂട്ടുകളിലേക്കുള്ള യാത്രക്കാർ ഏറെ ഉപയോഗിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഈ കാണുന്നത്. കെട്ടിടത്തിന്റെ അടിത്തറ ഇളകിയും ചുമരുകൾ പൊട്ടിപ്പൊളിഞ്ഞും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. 2 കോളേജുകളിലേക്കും 1 സ്കൂളിലേക്കും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന ഇടം കൂടിയായിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. താന്നിത്തെരു ജംഗ്ഷനിൽ വർഷങ്ങളായിട്ട് ഇടിഞ്ഞു പൊടിഞ്ഞു വീഴാറായ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. റോഡ് പണിയുടെ പേര് പറഞ്ഞ് പല പ്രാവശ്യം പൊളിക്കാൻ നോക്കിയിട്ട് പൊളിക്കാൻ സമയത്തില്ലേ. ഇപ്പോൾ അവിടെ എന്തെങ്കിലും കുട്ടികളും വഴിയാത്രക്കാരൊക്കെ അതിനകത്ത് കയറിയുന്ന ബസ് കാത്തിരിക്കുന്ന സ്ഥലമാണ്. ഏത് സമയത്താണ് അപകടം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപകടം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടി അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് ഓടി വരുന്നത്. അത് പൊളിച്ചു മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നാണ്. കാപ്പിസെറ്റ് പയ്യമ്പള്ളി റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വീതി കൂട്ടി ടാറിംഗ് പ്രവൃത്തികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും റോഡിന്റെ ഇരുവശത്തും ഇന്റർലോക്ക് വിരിച്ച് കാൽനട യാത്രക്കാർക്ക് സൗകര്യമൊരുക്കിയിട്ടും ഈ കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കുവാനോ നവീകരിക്കുവാനോ നടപടിയെടുത്തില്ല. ഇതോടെയാണ് അടിയന്തരമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 18 വയനാട്. 5 വർഷമായി തകർന്നു കിടക്കുന്ന മൂന്നാർ സൈലന്റ് വാലി റോഡ് പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. നിർമ്മാണം തുടങ്ങാൻ സർക്കാർ കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇരുഭാഗങ്ങളിലും തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ കൽഭിത്തി നിർമ്മാണം അടക്കം പൂർത്തീകരിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റാത്തതാണ് പ്രവൃത്തികൾക്ക് തടസ്സമാകുന്നത്.
മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത്. ഒരു കാലത്ത് KSRTC ബസ്സുകളടക്കം സർവീസ് നടത്തിയിരുന്ന റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ വരാതായി. ഒരു മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാകും. മൂന്നാർ ടൗണിൽ നിന്നുള്ള പ്രവേശന ഭാഗം മുതൽ റോഡിന്റെ അവസ്ഥ ഇതുതന്നെ. ചില ഭാഗങ്ങളിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. 2018 പ്രളയത്തെ തുടർന്ന് മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു. പ്രദേശവാസികൾ നടത്തിയ സമരങ്ങളുടെ ഫലമായി റോഡിന്റെ പണികൾ ആരംഭിച്ച് കൽഭിത്തി നിർമ്മാണം പൂർത്തിയായി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റാത്തതാണ് പ്രവർത്തികൾക്ക് തടസ്സമാകുന്നത്. അത് ഞങ്ങളുടെ റോഡിൽ ഈ വെള്ളം പോകാനുള്ള സംവിധാനം ആരും ചെയ്ത് കൊടുത്തിട്ടില്ല. ചെളി മൊത്തം ഇവിടെ നിന്ന് കിടക്കുക. വാട്ടർ അതോറിറ്റിയിലേക്ക് ആരും കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ട് പൈപ്പും ഒരു കാര്യങ്ങളും ഇവർ സംവിധാനം ചെയ്ത് கொடுத்துட்டில்ல. 2018 மழை பெஞ்சு இந்த ரோடெல்லாம் ரொம்ப டேமேஜாக இருந்துச்சு. இப்போ பார்த்தீங்கன்னா அந்த ரோடு வேலையெல்லாம் செஞ்சுருக்காங்க. ஆனாலுமே அந்த வாட்டர் அதோரிட்டி வந்துட்டு இந்த பைப்பை எதுவுமே சரி பண்ணி கொடுக்காதனால ரோடு மொத்தம் மோசமாக இருக்குது. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ യാത്ര ചെയ്യുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പ്രദേശവാസികൾ നടത്തിയ സമരം ഫലം കണ്ടെങ്കിലും നിലവിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ന്യൂസ് 18 മൂന്നാർ. ഇനി ക്രിസ്മസ് കാലം. സാന്ത്വന സ്പർശമായി കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം. പാലക്കാട് പരുതൂർ കുളമുക്ക് AMLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ബഡ്സ് സ്കൂളിലെ അംഗങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചത്. ആടിയും പാടിയും കേക്ക് മുറിച്ചും കുട്ടികൾ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം വേറിട്ട കാഴ്ചയായി. പരുതൂർ പഞ്ചായത്തിലെ ബഡ് സ്കൂളിലെ കുട്ടികളോടൊപ്പമാണ് പരുതൂർ കുളമുക്ക് AMLP സ്കൂളിലെ 2ാം ക്ലാസ്സുകാർ ക്രിസ്മസ് ആഘോഷിച്ചത്. ആഘോഷത്തോടൊപ്പം ക്രിസ്മസ് സമ്മാനമായി ബഡ് സ്കൂളിലേക്ക് ഒരു വീൽ ചെയറും നൽകി. ഇത്തരം പരിപാടികൾ മുന്നോട്ടുള്ള കുട്ടികളുടെ സഞ്ചാരത്തിൽ ഗുണം ചെയ്യുമെന്ന് വാർഡ് മെമ്പർ. കുട്ടികളെല്ലാവരും കൂടി പൈസ സ്വരൂപിച്ചു വെച്ച പൈസ കൊണ്ടാണ് ഒരു വീൽ ചെയർ വാങ്ങി സമൂഹത്തിൽ വളരെ പ്രയാസപ്പെടുന്ന കുട്ടികളായ ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു വീൽ ചെയർ വാങ്ങി അവരെ കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് സ്കൂളിലെ കുളമുക്ക് AMLP സ്കൂളിലെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്തിട്ടുള്ളത്. ബഡ് സ്കൂളിലെ കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ചും പാട്ടുപാടിയും മിഠായി വിതരണം ചെയ്തും കുട്ടികൾ ആഘോഷം ഗംഭീരമാക്കി. നമ്മളുടെ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു കാര്യം മറ്റുള്ളവർക്ക് ചെറിയൊരു കാര്യമാണെങ്കിലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. അവർക്കിത് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എൻ്റെ രക്ഷിതാക്കൾക്ക് അധ്യാപിക എന്ന നിലയിൽ എനിക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഈ ക്രിസ്മസ് വേളയിൽ ഇങ്ങനെ ഒരു സമ്മാനം നൽകിയതിന് കുട്ടികളെ പ്രത്യേകം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ കുട്ടികൾക്കായി നടത്തിയ ക്രിസ്തുമസ് ഇൻസ്റ്റലേഷൻസ് ശ്രദ്ധേയമായി. മലപ്പുറം വെങ്ങാട് TRKUP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികൾക്ക് ആദരമർപ്പിക്കുകയാണ് വെങ്ങാട് TRKUP സ്കൂൾ. തകർന്ന ആശുപത്രി കെട്ടിടങ്ങളും ചോര പുരണ്ട വസ്ത്രങ്ങളും ചിതറിയ കളിപ്പാട്ടങ്ങളും കുട്ടികളിലെ യുദ്ധാനന്തര ഭീതിയുമെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു ഇൻസ്റ്റലേഷൻ. ഇത്തരം ആവിഷ്കാരങ്ങൾ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. തിരുപ്പിറവി ദിനത്തിൽ കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ആഹ്ലാദങ്ങൾക്കൊപ്പം തന്നെ അതിൻ്റെ പുറകിലുള്ള വേദനയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത്. പ്രധാന അധ്യാപകൻ PK സുഭാഷ്, മാനേജർ T സുശീല, PTA വൈസ് പ്രസിഡന്റ് റിയാസ്, ബിനു മാസ്റ്റർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 തിരൂർ. കാസർകോട് കളക്ട്രേറ്റ് വളപ്പിൽ ഒരുങ്ങുന്നത് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ഏറ്റവും ഉയരമുള്ള ശില്പം. 40 അടി നീളത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അമ്മയും കുഞ്ഞും ശില്പം 3 മാസത്തിനകം പൂർത്തീകരിക്കും. സാങ്കേതിക കാരണങ്ങൾ മുടങ്ങിപ്പോയ ശില്പനിർമ്മാണമാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. 2006 കാസർഗോഡ് കളക്ട്രേറ്റ് വളപ്പിൽ കാനായി കുഞ്ഞിരാമന്റെ മേൽനോട്ടത്തിൽ
എൻഡോസൾഫാൻ ദുരിതശില്പത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത്. ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നിർമ്മാണം. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരന്തം രാജ്യത്ത് കത്തിനിൽക്കുന്ന സാഹചര്യമായതിനാൽ എൻഡോസൾഫാൻ ദുരിതശില്പമായി അമ്മയും കുഞ്ഞുമെന്ന ആശയം കാനായി തന്നെയാണ് മുന്നോട്ട് വച്ചത്. എന്നാൽ സാമ്പത്തിക കാരണങ്ങളാൽ ശില്പനിർമ്മാണം മുടങ്ങി. പാതിയിലെത്തിയ ശില്പം ഒരു ദുരന്ത സ്മാരകം പോലെയായി. 2019 കോവിഡ് ലോക്ക്ഡൌൺ വന്നതോടെ ശില്പം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. 17 വർഷമായി തുടരുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ 5ാമത്തെ ഭരണസമിതിക്ക് കീഴിലാണിപ്പോൾ. പദ്ധതി പൂർത്തിയാക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ചു. തുടർന്നാണിപ്പോൾ ശില്പനിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നത്. തന്റെ ഏറ്റവും ഉയരമുള്ള ശില്പമാണിതെന്നും എന്നാൽ ചുറ്റും മതിയായ സ്ഥലമില്ലാത്തതിനാൽ അത് പ്രതിമയുടെ ആസ്വാദനത്തെ ബാധിച്ചേക്കുമെന്നും അതിൽ വിഷമമുള്ളതായും കാനായി പറയുന്നു. തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. കാരണം സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തിരി വൈകിയത്. പണം തരും, അത് തീരുമ്പം ഞാൻ തിരിച്ചു പോകും. പിന്നെ പണം സാങ്ഷനാക്കുമ്പം വരും. അങ്ങനെ എനിക്കൊരു 3 മാസം കൊണ്ട് തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് 5 തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ശില്പനിർമ്മാണം. 3 മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കും. ഇതിനുശേഷമാകും പുതിയ ശില്പപ്രവർത്തികൾ ഏറ്റെടുക്കുകയെന്നും കാനായി പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. കാസർകോട് ചെറുവത്തൂരിൽ നടന്ന വയോജന കൂട്ടായ്മ ശ്രദ്ധേയമായി. പഞ്ചായത്ത് 2, 3, 4 വാർഡുകൾ സംയുക്തമായി കൂട്ടായ്മയിൽ നിരവധി പേർ പങ്കെടുത്തു. വയോജന ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ട് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. 3 വാർഡുകൾ സംയുക്തമായി നടത്തിയ പരിപാടി പങ്കാളിത്തം കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധേയമായി. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകരയാണ് കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരും ആഘോഷത്തിൽ കണ്ണികളായി. വയോധികരുടെ കലാപ്രകടനങ്ങൾ കണ്ടുനിന്നവരെയും ആവേശത്തിലാക്കി. നാടക പ്രവർത്തകൻ കണ്ണങ്കൈ കുഞ്ഞിരാമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. അപ്പൊ എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എൻ്റെ അമ്മ, അതായത് എൻ്റെ നാട്ടിൽ ആച്ചിയാരുടെ വീട്ടിൽ മമ്മദാജിയും മേധുവാജിയുടെ ഒക്കെ വീട്ടിൽ പണിക്ക് പോയിട്ട് അല്ലെങ്കിൽ കണ്ടത്തിൽ മോരാൻ വേണ്ടി പോയിട്ട് ആ കറ്റ കൊണ്ടുവന്നിട്ട് കളത്തിൽ അവർ എണ്ണി തിട്ടപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന കറ്റ കൊണ്ടുവന്ന് അത് മതിച്ച് അത് പുഴുങ്ങി കുത്തി അരിയാക്കിയിട്ട് അത് ചോറാക്കിയിട്ട് തിന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, PP ഭാസ്കരൻ, M ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ചെറുവത്തൂർ. ഫണ്ട് അനുവദിച്ചിട്ടും കാസർകോട് കരിന്തളം ഗവൺമെന്റ് കോളേജിന് ഇതുവരെ സ്വന്തം കെട്ടിടമായില്ല. പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലാണ് 5.5 വർഷമായി കോളേജ് പ്രവർത്തിക്കുന്നത്. കിടപ്പ് രോഗികളെയും അത്യാസന്ന നിലയിലുള്ള അർബുദ രോഗികളെയും ഒക്കെ കിടത്തി ചികിത്സിക്കാൻ ലക്ഷ്യമിട്ടാണ് കരിന്തളത്ത് ഈ കെട്ടിടം പണിതത്. പക്ഷേ ഇപ്പോഴിത് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ സർക്കാർ അനുവദിച്ച കോളേജ് കെട്ടിടമില്ലാതെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് കരിന്തളം പാലിയേറ്റീവ് സൊസൈറ്റി ഈ കെട്ടിടം വിട്ടു നൽകിയത്. 5.5 വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം തിരിച്ചു കിട്ടാതെ വെട്ടിലായിരിക്കുകയാണ് സൊസൈറ്റി. കരിന്തളം ഗവൺമെന്റ് സയൻസ് ആർട്സ് കോളേജ് ഇവിടെ അനുവദിച്ചപ്പോൾ കെട്ടിടമില്ലാത്തതിന്റെ പേരിൽ കോളേജ് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പാലിയേറ്റീവ് ബിൽഡിംഗ് ഗവൺമെന്റ് കോളേജിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളത്. 1 വർഷത്തിനകം തന്നെ പുതിയ ഗവൺമെന്റ് കോളേജ് കെട്ടിടം പണിത് അങ്ങോട്ട് മാറാമെന്നും ആ സമയത്ത് തന്നെ ഇത് ഇവിടെ കിടപ്പ് രോഗികൾക്ക് വിട്ടുകൊടുക്കാമെന്നായിരുന്നു സർക്കാരിന്റെ വാദം. പക്ഷേ കഴിഞ്ഞ 5.5 വർഷമായി കരിന്തളം ഗവൺമെന്റ് കോളേജിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കല്ല് വെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പദ്ധതി ഫണ്ടും ബഡ്ജറ്റ് ഫണ്ടും ഉൾപ്പെടെ കോളേജ് കെട്ടിടം നിർമ്മിക്കാൻ 24 കോടി രൂപ അനുവദിച്ചിരുന്നു. കോളേജിനായി സ്വന്തം സ്ഥലമുണ്ടെങ്കിലും പുതിയ കെട്ടിടം എന്ന് വരുമെന്ന് സംബന്ധിച്ച് അധികൃതർക്ക് ഉത്തരമില്ല. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം ഭൂതത്താൻകെട്ടിൽ പെരിയാറിലൂടെയുള്ള ബോട്ടിംഗ് പുനരാരംഭിച്ചു. മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ബോട്ടിംഗ് തുടങ്ങുന്നത്.
എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഭൂതത്താൻകെട്ട്. പെരിയാറിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ജലപക്ഷികളെ കണ്ടും വനസൗന്ദര്യം ആസ്വദിച്ചും യാത്ര ചെയ്യാമെന്നതാണ് പ്രത്യേകത. ബോട്ട് യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഞങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങളിപ്പോൾ 10-24 പേര് ഒരുമിച്ച് വന്ന ഈ ബോട്ട് യാത്രയിൽ വരാനും ഇത് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് വൻ തിരക്കാണ് ഭൂതത്താൻകെട്ടിൽ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളിങ്ങനെ പോയപ്പോൾ സൈഡിൽ കൂടെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി. അതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. ബോട്ട് യാത്ര നല്ല രസമായിരുന്നു. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് 10ഓളം ബോട്ടുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ബോട്ട് യാത്രയുടെ സമയം. നേര്യമംഗലം വരെയാണ് സർവീസ്. ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ധാരാളം മൃഗങ്ങളെ കണ്ടുവരുന്നൊരു സീസണാണിത്. നമ്മൾ മെയിനായിട്ട് പോകുന്നത് തട്ടേക്കാട്, കുട്ടമ്പുഴ, ഞായപ്പള്ളി, ഇഞ്ചിത്തൊട്ടി തുടങ്ങിയ റൂട്ടുകളാണ്. ഒരു മണിക്കൂറിന് 200 രൂപ വെച്ചാണ് നമ്മൾ ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. ചെറിയ ബോട്ടുകളിൽ 1 മണിക്കൂർ യാത്രയ്ക്ക് ഒരാൾക്ക് 200 എന്ന നിരക്കിൽ 10 പേർക്ക് 2000 രൂപയും വലിയ ബോട്ടുകളിൽ 4000 രൂപയുമാണ് സർവീസ് ചാർജ്. ബോട്ടിങ്ങിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. തേക്കടിക്ക് സമാനമായ ഒരു ബോട്ട് യാത്രാ അനുഭവമാണ് ഭൂതത്താൻകെട്ടിലുള്ളതെന്നും വിനോദസഞ്ചാരികൾക്കായി എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു. സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള വിനോദസഞ്ചാരികൾ ഭൂതത്താൻകെട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 ബോട്ടുകളാണ്, വലിയ ബോട്ടുകൾ ഉൾപ്പെടെ 10 ബോട്ടുകളാണ് ഇന്നു മുതൽ ഇവിടെ സർവീസ് നടത്തുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവം എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ എല്ലാ നിലയിലുമുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു. കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉൾപ്പെടെയുള്ള വിവിധ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് പാലത്തറ ഗേറ്റ് 5 മൂല റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സമരത്തിനൊരുങ്ങി ജനകീയ സമിതി. ജനങ്ങളുടെ ദുരിതത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. പാലത്തറ ഗേറ്റ് 5 മൂല റോഡിന്റെ ശോചനീയാവസ്ഥയിലാണ് പ്രതിഷേധം. വർഷങ്ങളായിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിലാണ്. റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും അപകടമുണ്ടാക്കുന്നു. പൊടിപടലവും റോഡ് തകർച്ചയും കാരണം പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ്. ഇതോടെയാണ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. പ്രതിഷേധത്തിനായി ജനകീയ സമിതിയും രൂപീകരിച്ചു. ഇവിടെ മുതൽ 5 മൂല വരെ എത്തുമ്പോഴേക്ക് നമ്മുടെ ബാക്ക് പെയിന്, നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മളുടെ എല്ലാവിധ ഏപ്പിറുപ്പുകളും എന്ന് പറയും പണ്ടത്തെ ആൾക്കാർ മുഴുവൻ ഇളകി നഷ്ടം. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ, അതേപോലെ തന്നെ ഓരത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ അവസ്ഥ, വീടുകൾ, കുട്ടികൾ അനുഭവിക്കുന്ന അലർജിക്കൽ പ്രോബ്ലം, ഒരു നാടിനെ മുഴുവൻ ദുരന്തത്തിൽ ആഴ്ത്തിയിട്ട് ഇതിന് ഇത്രയും നിസ്സംഗമായിട്ട് അധികാരികൾ ഈ നാട്ടുകാരോട് സ്വീകരിക്കുന്ന ഈ സമീപനം, ഇത് ഏതൊരു നിലക്ക് നമ്മൾ പരിശോധിച്ചാലും മനുഷ്യർ അനുഭവിക്കുന്ന ഈ ദുരന്തത്തെ അല്ലെങ്കിൽ ഇതിനെ ഒരു മനുഷ്യർ എന്ന പരിഗണന പോലും ഈ പരിസരത്തുള്ള ആളുകൾക്ക് അധികാരികൾ നൽകുന്നില്ല. പ്രശ്നപരിഹാരത്തിനായി ജനകീയ സമിതി പരമാവധി ഇടപെടൽ നടത്തും. ആദ്യഘട്ടമായി റോഡിന്റെ പരിസരത്തുള്ള മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്തും. ജനങ്ങളുമായി കൂടിയാലോചിച്ചാകും തുടർ നടപടി. ന്യൂസ് 18 പട്ടാമ്പി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിന് നാഗ് അക്രഡിറ്റേഷനിൽ A+ ഗ്രേഡ്. 3.42 ഗ്രേഡ് പോയിന്റോടുകൂടിയാണ് നേട്ടം. പാഠ്യപദ്ധതി മികവ്, അധ്യാപന ഗവേഷണ രംഗങ്ങളിലെ നേട്ടങ്ങൾ എന്നിവ കൂടി കണക്കിലെടുത്താണ് A+ ഗ്രേഡ് കോളേജിന് ലഭിച്ചത്. 5 വർഷത്തേക്കാണ് ഗ്രേഡിംഗ്. നേരത്തെ A ഗ്രേഡായിരുന്നു ബിഷപ്പ് മൂർ കോളേജിനുണ്ടായിരുന്നത്. 4ാം തവണ നാഗ് ഗ്രേഡിംഗ് നടക്കുന്ന കേരളത്തിലെ അപൂർവം കോളേജുകൾ ഒന്നാണ് ബിഷപ്പ് മൂർ. 11 ബിരുദ കോഴ്സുകളും 5 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 2 ഗവേഷണ വിഭാഗങ്ങളും UGC സ്പോൺസർ ചെയ്യുന്ന ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുമാണ് നിലവിൽ മാവേലിക്കര ബിഷപ്പ് മൂറിനുള്ളത്. പഴമക്കാരുടെ കരുതലിന്റെയും ധനശേഖരണത്തിന്റെയും മികച്ച മാർഗമായി മലബാറുകാർ നടത്തിപ്പോന്നിരുന്ന കുറിക്കല്യാണം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് മലപ്പുറം കാളികാവ് പൂങ്ങോട്ട് ഗ്രാമം. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ പണച്ചെലവുള്ള വിഷയങ്ങൾക്ക് വേഗത്തിൽ പണം കണ്ടെത്തുന്നതിനുള്ളൊരു സഹകരണ രീതിയാണ് പഴമക്കാർ കുറിക്കല്യാണത്തെ കണ്ടിരുന്നത്. പൂങ്ങോട് ELP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിട്ടുള്ള പഴയകാല കുറിക്കല്യാണം പുനരാവിഷ്കരിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ. തിരിച്ചു ചോദിക്കാതെ വായ്പ നൽകുന്ന സഹായ പദ്ധതിയാണ് കുറിക്കല്യാണം.
പണ്ട് പെൺകുട്ടികളുടെ കല്യാണം നടത്താനും വീട് നിർമ്മാണത്തിനും മറ്റും ധനം ശേഖരിക്കാനാണ് കുറിക്കല്യാണങ്ങൾ. എന്നാൽ പൂങ്ങോടിൽ നടത്തുന്ന കുറിക്കല്യാണം വ്യക്തിപരമായ സഹായ പദ്ധതിയായിട്ടല്ല, മറിച്ച് പൂങ്ങോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനാണ്. കുറിക്കല്യാണത്തിൽ പങ്കെടുക്കുന്നവർ കഴിയാകുന്ന തുക സഹായമായി നൽകും. നൽകിയ തുക ആരും തിരിച്ചു ചോദിക്കില്ല. പ്രത്യേക സാഹചര്യത്തിൽ മറ്റുള്ളവർ ധനശേഖരത്തിന് കുറിക്കല്യാണം നടത്തുമ്പോൾ തിരിച്ചും സഹായിക്കണം. ഇതാണ് കുറിക്കല്യാണ അലിഖിത നിയമം. പൂങ്ങോട് ഗ്രാമം നടത്തുന്ന കുറിക്കല്യാണം സ്കൂളിന്റെ ആവശ്യത്തിനായതിനാൽ കിട്ടുന്ന തുക ഒരിക്കലും തിരിച്ചു നൽകേണ്ടതില്ല. പൂർവ്വ വിദ്യാർത്ഥികളാണ് കുറിക്കല്യാണം ഒരുക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ് ഈ കുറിക്കല്യാണം. അതിലിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നാടിന് നമ്മുടെ പൂങ്ങോട് സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ ഒരു കുറിക്കല്യാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ ഒരുക്കിയ ചായ മക്കാനിയും മക്കാനിക്ക് ചുറ്റും തീർത്ത മുൾവേലിയും ചാടിക്കടക്കാൻ പാകത്തിൽ മുളങ്കടായിയും 1 നൂറ്റാണ്ട് പിന്നിലേക്ക് നടത്തുന്നു. കുറിക്കല്യാണം കൂടിയ ആളുകൾക്ക് നൽകുന്ന ചായയിലും കടിയിലുമുണ്ട് പഴമയുടെ പുതുമ. പൊറോട്ട, കോഴിക്കറി, അവിൽ, പുട്ട്, മടക്ക്, നുറുക്ക്, ഉണ്ട തുടങ്ങിയവയുമുണ്ട്. കുറിക്കല്യാണത്തിന് മുമ്പ് കത്ത് വിതരണം നടത്തിയിരുന്നു. പണ്ടുള്ള രീതിയിൽ കൈപ്പടയിൽ തയ്യാറാക്കിയ കത്ത് നാട്ടിലുള്ളവർക്ക് നേരിട്ടും മറ്റുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും വിതരണം ചെയ്തിരുന്നു. ക്ഷണക്കത്തിൽ പൂങ്ങോടിന്റെ പഴയ പേരായ മീൻപറമ്പ് എന്നാണ് ചേർത്തിട്ടുള്ളത്. പഴയകാല സിനിമാ പോസ്റ്റർ, പെട്രോമാക്സ് തുടങ്ങി മുറുക്കാൻ കടയും കാതുകൾക്ക് ഇമ്പമേകുന്ന പഴയ പെട്ടിപ്പാട്ടുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരിൽ 90 വയസ്സിന് താഴെയുള്ള പ്രദേശവാസികളെല്ലാം പൂങ്ങോട് ഗവൺമെന്റ് LP സ്കൂളിൽ പഠിച്ചവരാണ്. പ്രായം കൂടിയവരെ കൂടി ആകർഷിക്കാനാണ് പഴയ രീതി തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൗതുകത്തോടെയാണ് കുറിക്കല്യാണത്തിന് നാട്ടുകാർ ഒഴുകിയെത്തിയത്. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് റാണിപുരം പന്തിക്കാൽ നീലച്ചാലിൽ വൃദ്ധ ദമ്പതികളെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. 84-കാരനായ മുൻ പഞ്ചായത്ത് അംഗം കൃഷ്ണൻ നായർ, 80-കാരിയായ ഭാര്യ ഐത്തമാബായ് എന്നിവരാണ് മരിച്ചത്. 7 മണിയോടെ വീട്ടിലെത്തിയ മകനാണ് മാതാപിതാക്കളെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടത്. നാട്ടുകാർ ഇരുവരെയും പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി റൂഫിംഗ് ഷീറ്റുകളിൽ വെയിറ്റ് രേഖപ്പെടുത്തി പുതുവിപ്ലവം തീർത്തിരിക്കുകയാണ് മെറ്റ്ലിഫ് ഇന്ത്യ റൂഫിംഗ് ഷീറ്റ്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റൂഫിംഗ് ഷീറ്റുകൾക്ക് സൗത്ത് ഇന്ത്യൻ വിപണിയിൽ പ്രിയമേറുകയാണ്. കെട്ടിട നിർമ്മാണ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് റൂഫിംഗ് ഷീറ്റുകൾ. വിപണിയിലെ വിപുലമായ സാധ്യതകൾ മനസ്സിലാക്കിയാണ് മുംബൈ ആസ്ഥാനമായ മെറ്റ്ലിഫ് വിപണിയിൽ വിപ്ലവം തീർക്കാൻ ഒരുങ്ങുന്നത്. വിവിധ മോഡലുകൾക്ക് 10 മുതൽ 15 വർഷം വരെ വാറണ്ടി നൽകുന്നു. വിപണിയിൽ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വെയിറ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള നൂതനാശയമാണെന്ന് മെറ്റ്ലിഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ മിഥുൻ ലാലും അരുൺ ലാലും പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ആ തിക്നെസ് അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആരും തന്നെ ഉറപ്പുവരുത്താറില്ല. ഇവിടെ മെറ്റ്ലിഫ് ഇന്ത്യ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് തിക്നെസ്സും അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള വെയിറ്റുമാണ്. ഓരോ ഷീറ്റും പുറത്തിറങ്ങി കൃത്യമായ വെയിറ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ഇത് തന്നെയാണ് മെറ്റ്ലിഫ് ഇന്ത്യക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പും. കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് സഹകരണ സംഘം സഹകരണവും ടൂറിസവും എന്ന വിഷയത്തിൽ വയനാട്ടിൽ സംഘടിപ്പിച്ച സെമിനാർ സമാപിച്ചു. സഹകരണ ടൂറിസം രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ മറ്റ് സഹകരണ സംഘങ്ങൾക്ക് പരിചയപ്പെടുത്തുക, സഹകരണ മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നവംബർ 27 മുതൽ 4 ഘട്ടങ്ങളായി സെമിനാർ സംഘടിപ്പിച്ചത്. സഹകരണ ബാങ്കുകൾ നിലനിൽക്കണമെങ്കിൽ ടൂറിസം അടക്കമുള്ള മേഖലകളിലേക്ക് മാറി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ പറഞ്ഞു.